കാർഷിക വാർത്തകൾ. ചകിരിക്ക് ഡിമാൻഡ് ഏറുന്നു. പൊള്ളാച്ചി വഴി ചൈനയിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയതോടെ ചകിരിക്ക് ആവശ്യക്കാരേറി. പൊള്ളാച്ചി വഴി ചൈനയിലേക്കാണ് ചകിരി കൂടുതലും കയറ്റി അയക്കുന്നത്. ചകിരിച്ചോറ്, ചകിരിനാര് എന്നിവയാണ് പ്രധാനമായും കയറ്റിപ്പോകുന്നത്. ചകിരിച്ചോറിന് വെള്ളം പിടിച്ചു നിർത്താൻ കഴിയുമെന്നതിനാൽ കൃഷിക്കും മണ്ണില്ലാത്ത കൃഷിയായ ഹൈഡ്രോപോണിക്സിനുമാണ് ചൈനയിൽ ഇത് ഉപയോഗിക്കുന്നത്. ഒരു നാളികേരത്തിന്റെ ചകിരിക്ക് 1 രൂപ നിരക്കിലാണ് കച്ചവടക്കാർ വാങ്ങുന്നത്. ശേഖരിക്കുന്ന ചകിരി ലോറിയിൽ നിറച്ച് നേരെ പൊള്ളാച്ചിയിലേക്ക് വിടും. തൃശൂർ ജില്ലയിൽ നിന്ന് ദിവസം 15 ലോറികൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് ഇവിടുത്തെ കർഷകർ പറയുന്നു. പളനി, പൊള്ളാച്ചി എന്നിവിടങ്ങളിലാണ് പ്രധാന വിപണി. ചകിരി വാങ്ങാൻ തമിഴ്നാട്ടിൽ നിന്ന് ഏജന്റുമാരും എത്തുന്നു. അതിനാൽ തന്നെ വെറുതെ ഉപേക്ഷിച്ചു കളഞ്ഞിരുന്ന ചകിരിക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഏലക്ക കർഷകരെ വീണ്ടും നിരാശപ്പെടുത്തി വിപണി. വിളവ് കുറഞ്ഞിട്ടും വില ഉയരാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിട്ടും ഏലക്കായ്ക്ക് അർഹിച്ച വില ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കർഷകർ. ഓൺലൈൻ ലേലങ്ങളിൽ ഏലക്കായുടെ വരവ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടും വിലയിൽ കാര്യമായ വർധനയില്ലെന്നാണ് അവരുടെ ആരോപണം. കട്ടപ്പനയിലെ ഓൺലൈൻ ലേലങ്ങളിൽ ആയിരക്കണക്കിന് കിലോഗ്രാം ഏലക്ക വിറ്റുപോയെങ്കിലും ശരാശരി വില കിലോഗ്രാമിന് ഏകദേശം 2750 രൂപ മുതൽ 2850 രൂപ വരെയായിരുന്നു. ഉയർന്ന വില ചില ലോട്ടുകൾക്ക് ലഭിച്ചെങ്കിലും ഭൂരിഭാഗം കർഷകർക്കും ശരാശരി വിലയിൽ വലിയ നേട്ടമുണ്ടായില്ല. സാധാരണ ഈ സമയത്ത് ദിവസേന 75,000 കിലോഗ്രാം മുതൽ 1,00,000 കിലോഗ്രാം വരെ ഏലക്ക ലേലത്തിനെത്താറുണ്ട്. എന്നാൽ ഈ വർഷം പ്രതികൂല കാലാവസ്ഥയും മഴക്കുറവും മൂലം ഉൽപാദനം കുറഞ്ഞതോടെ ലേലത്തിലെ അളവും ഗണ്യമായി ഇടിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ വില ഉയരേണ്ടതാണെങ്കിലും അത് സംഭവിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഗ്വാട്ടിമാലയിൽ നിന്നുള്ള ഏലക്ക ഇറക്കുമതി ഉൾപ്പെടെയുള്ള വിപണികൾ ഇടപെടലുകൾ വഴി ചില വ്യാപാരികൾ വില നിയന്ത്രിക്കുന്നുവെന്നാണ് കർഷകരുടെ ആരോപണം. അതേസമയം ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ വിപണികളിൽ ആവശ്യകത തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് കർഷകരും വ്യാപാരികളും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.